നമസ്കാരം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീമിയറിൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രീമിയറിൻ്റെ ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് പ്രീമിയറിൻ്റെ ടൂൾസ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിലൊക്കെ മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് റൂളുകൾ കാണാൻ സാധിക്കുക. പക്ഷേ പ്രീമിയറിൻ്റെ ബേസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ടൈം ലൈനിലാണ് പ്രീമിയറിൻ്റെ ടൂൾസുകൾ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ ഞാൻ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകൾ കിട്ടാനായിട്ട് നമ്മളിപ്പോൾ പിക്സാബേ നമ്മുടെ ഒരു സൈറ്റുണ്ട്. പിക്സാബേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിക്സാബേ എന്ന സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജുകൾ കാണാൻ സാധിക്കും. ഇമേജുകൾ കാണാം, അതേപോലെ തന്നെ വീഡിയോസുകൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം പിക്സാബേ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പിക്സാബേയുടെ സൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ പെയ്ഡ് വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഇത് കിട്ടും കേട്ടോ. ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസിലേക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫോട്ടോസ്, വെക്ടർ ഗ്രാഫിക്സ്, ഇലുസ്ട്രേഷൻസ്, മ്യൂസിക്കുകൾ, സൗണ്ട് എഫക്ട്സുകൾ, വീഡിയോസുകൾ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ വീഡിയോസുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ റണ്ണിങ്ങെന്നോ കണ്ടോ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടുന്ന് ഫ്രീ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചോദിച്ചിട്ടുണ്ട്, എന്ത് JPG ഫയലാണ്. അപ്പോൾ JPG ഫയൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമേജസ് ആണ് നമ്മൾ കൊടുത്തത്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോസ് ആക്കി നോക്കുന്ന സമയത്ത് നോക്കിയേ, അത് 4K HD ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ 4K വേണോ കണ്ടോ, ഒരുപാട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു MP4 19 ആ ഒരു ഇതാണ് വേണ്ടതെന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്യൂട്ടോറിയൽ, ആ ഒരു ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ക്ലിപ്പുകളാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫയലിൽ ഇമ്പോർട്ടിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലിപ്പുകൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് വലിച്ചിട്ടാണ് ടൈമിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് കൊടുത്തു. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ഇങ്ങനെ ചെയ്യാം, അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കി, ഇതും കണ്ടോ, ഇതിലേക്ക് വന്നപ്പോൾ ടൈം ലൈൻ്റെ, അതായത് സ്ക്രീനിൻ്റെ പകുതി പോർഷനേ കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ടൈം ലൈൻ്റെ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ കണ്ടോ, ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടൈം ലൈൻ്റെ പകുതിയെ കാണുന്നുള്ളൂ. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ നിന്ന് സ്കെയിൽ ടു ഫ്രെയിം സൈസ്, അതായത് സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സീക്വൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ ഒന്നുകൂടി കാണിക്കുക, മൗസിൻ്റെ കീബോർഡിൽ കൺട്രോൾ സെറ്റ് അടിച്ച് ജസ്റ്റ് ബാക്കിലേക്ക് പോയി സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വിൻഡോയുടെ കറക്റ്റ് ആ ഒരു വിൻഡോയുടെ പക്കാ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് വിൻഡോയുടെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും സെയിം ഇതാണ്. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ക്ലിപ്പും കൂടി ഇൻസേർട്ട് ചെയ്തിടാണ്. ഓക്കെ, ഇനി പറയുന്നത് സെലക്ഷൻ ടൂൾ എന്നൊരു ഓപ്ഷനാണ്. കീബോർഡിൽ V അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെലക്ഷൻ ടൂൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ, നമ്മളിപ്പോൾ ക്ലിപ്പുകൾ നമുക്ക് ഇതങ്ങനെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് ഇതിനെ കണ്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിപ്പ് കണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇന്നും ഔട്ടും സെറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നും ഔട്ടും എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും ഔട്ടും സെറ്റ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് നോക്കി. അപ്പോൾ എനിക്കിപ്പോൾ വലിച്ചിട്ട സമയത്ത് നമ്മളിപ്പോൾ ടൈമിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ വലിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട സമയത്ത് ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഈ ഒരു ക്ലിപ്പൊക്കെ ഇങ്ങനെയാണ് വൻ ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയ്ക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സെലക്ഷൻ ടൂൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ച് പിന്നെ ഇതിൽ പറയുന്ന ഒരു ഓപ്ഷനാണ് ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ. പോർഷൻ കണ്ടോ, ഇത് ഇവിടം തൊട്ട് വേറൊരു എഫക്ട്സും അങ്ങോട്ടുള്ള ക്ലിപ്പുകളൊക്കെ എല്ലാം ഡിപ് ടു ബ്ലാക്ക് എന്നൊരു എഫക്ട്സും, അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ള എഫക്ട്സുകൾ. ഇപ്പോൾ ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡ് ടൂൾ എടുത്തിട്ട് കണ്ടോ, ബാക്കിലേക്ക് എന്താവും, സെലക്ഷൻ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത ക്ലിപ്പുകൾ മുതൽ
എന്തോരം ക്ലിപ്പുകൾ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എഫക്ട്സുകളോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു എഫക്ട്സ് പെട്ടെന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂടുതലായിട്ടും ഈ ഒരു ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വീണ്ടും ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേർഡ് ടൂളാണ്. നമ്മൾ ബാക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ക്ലിപ്പുകൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് അത്രയും ക്ലിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ പറയുന്ന ഒരു ഓപ്ഷനാണ് റിപ്പിൾ എഡിറ്റ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ. റിപ്പിൾ എഡിറ്റ് ടൂൾ. ഓക്കെ, ഇതിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം പകുതി കണ്ടോ കട്ട് ചെയ്ത് പോവാണ് കണ്ടോ, ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം, നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ടൈംലൈനിൽ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ കീബോർഡിൽ സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് നോക്കി അത്രയും പോർഷൻ എന്ത് ചെയ്ത് പോവുക കട്ടായി പോയിട്ട് എന്താ അടുത്തൊരു ഓപ്ഷൻ കൂടി കയറി വരാം. ഞാൻ വീണ്ടും കൺട്രോൾ ഇസഡ് അടിച്ച് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വരാം കേട്ടോ. ഓക്കെ, ഇനി പറയുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ റോളിംഗ് എഡിറ്റ് ടൂൾ. ഈ റോളിംഗ് എഡിറ്റ് ടൂൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തേക്കിട്ടുണ്ട്, ആദ്യമേ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ റിപ്പിൾ എഡിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ റോളിംഗ് എഡിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം പണ്ടത്തെ പോലെ തന്നെ കണ്ടോ, അതായത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സീക്വൻസിലൊക്കെ എന്ത് ചെയ്ത് പോവാം, ഈ ഒരു ക്ലിപ്പ് കയറി വരാം. നോക്കിയേ, ഈ ഒരു ക്ലിപ്പിൻ്റെ കട്ട് ചെയ്ത പോർഷനിൽ ഈ ഒരു ക്ലിപ്പ് കയറി വരാം. അപ്പോൾ എന്ത് ചെയ്ത് പോകും, ഈ രണ്ടാമത്തെ ക്ലിപ്പിൽ ഓവർലേ ചെയ്ത് വരും കണ്ടോ, രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് എന്ത് ചെയ്ത് വരാം ഓവർലേ ചെയ്ത് വരാം. നോക്കിയേ കണ്ടോ, നമ്മൾ എന്തോരം പോർഷൻസ് കട്ടായി പോടെയെന്ന് നോക്കിയാൽ ടൈം ലൈനിൽ നിന്നും ഇത് ഫസ്റ്റ് ഷോ ഈ 22.20 എന്നുള്ളത് എന്താ പറയുക ഇതിൻ്റെ ടോട്ടലി ഡ്യൂറേഷനാണ് കണ്ടോ 24.220. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓവർലേ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പോർഷൻ എന്ത് ചെയ്ത് പോവുക കട്ടായി പോവുക, ഈ സെക്കൻഡ് ക്ലിപ്പിൽ നിന്ന് എന്ത് ചെയ്ത് പോവുക കട്ടായി പോവുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പിൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക, റോളിംഗ് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇനി പറയുന്നത് റൈറ്റ് സ്ട്രെച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും കേട്ടോ, പുതിയ വെർഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സേവിൻ്റെ ഒരു വിൻഡോ വന്നത്. ഇനി പറയുന്നത് റൈറ്റ് സ്ട്രെച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കുക്കറി ചാനലുകൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. സ്പീഡിനൊക്കെ നമ്മളിപ്പോൾ പോകില്ലേ, നമ്മളിപ്പോൾ ഈ കുക്കറി ചാനൽ അങ്ങനെ ഇതിനാണ് കൂടുതലായിട്ടും വ്ളോഗർമാർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതൽ മെയിനായിട്ട് അത് കുക്കിംഗ് ചാനൽസിലാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോണ ഒരു ഇത് ഇങ്ങനെ അടിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻ കണ്ടോ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ ഇതിലേക്ക് വന്നിട്ട് നമുക്ക് 100 കിടക്കണം, ഒരു 500 ആക്കി നമുക്ക് എന്ത് ചെയ്യാം എൻ്ററിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. മിക്ക ഇതിൽ നമ്മൾ കാണാറുണ്ട്, നമ്മളിപ്പോൾ നേരെ പോയത് നമ്മളിപ്പോൾ നേരെ ബാക്ക്വേർഡ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ മിക്ക വീഡിയോസിലും നമ്മൾ കാണാറുണ്ട് അല്ലേ. നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഇത് നോക്കിയാൽ നമ്മളിപ്പോൾ പുള്ളിക്കാരൻ നേരെ ഫ്രണ്ടിലേക്കാണ് പോണത്. ഇനി നമുക്ക് എന്താണ് പുള്ളിക്കാരൻ നേരെ ബാക്കിലേക്ക് വന്ന അങ്ങനെ ബാക്കിലേക്ക് ഓടി വന്ന ഒരു വിഷ്വലാണ് വേണ്ടതെന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്പീഡ് ആൻഡ് ഡ്യൂറേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കൊടുക്കും തോറും സ്ലോ മോഷനിലും കൂട്ടി കൊടുക്കും തോറും ഫാസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ നോക്കിയാൽ പ്രസ് ചെയ്തു നോക്കി പുള്ളിക്കാരൻ കണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടോ. ഞാൻ ഇപ്പോൾ സ്പീഡിൻ്റെ അത് 96 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് 96 മാറ്റി എന്ത് ചെയ്യണം, ഞാൻ നോർമൽ സ്പീഡ് 97.7 കൊടുത്തിരിക്കുന്നത് 100 എൻ്റർ അടിച്ചു പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്കിലേക്ക് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്കിലേക്ക്, അത് നേരെ റിവേഴ്സ് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്ന ഒരു ഓപ്ഷനാണെങ്കിൽ റേസർ ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മൾ ക്ലിപ്പുകളെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും റേസർ ടൂൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. റേസർ നമ്മളിപ്പോൾ ക്ലിപ്പുകളെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പറയുന്ന ഓപ്ഷനാണെങ്കിൽ സ്ലിപ്പ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്ലിപ്പ് ടൂൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ എന്ത് ചെയ്യാണ് ഓക്കെ, ഈ ഒരു ക്ലിപ്പിനെ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ കണ്ടോ തുടങ്ങുന്ന സമയം അതേപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഫസ്റ്റ് പോർഷനും കാണാൻ സാധിക്കും. ഈ ഒരു 2 ക്ലിപ്പുകളുടെ റണ്ണിങ് ക്ലിപ്പിൻ്റെ 294 ഒരു ഓപ്ഷനും ഫൂട്ടേജും സിറ്റി ഫൂട്ടേജും നമുക്ക് സെയിം ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോരം ബാക്കിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കയറി വരും. ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കയറി വന്നിട്ട് ഇവിടെ നിന്ന് എന്താ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ നമ്മൾ എന്തോരാണോ കട്ടാക്കി കൊടുക്കുന്നത് അത്തരം പോർഷൻ എന്ത് വരും കയറി കട്ടായി പോകും. ഈ ഒരു ക്ലിപ്പിൻ്റെ പോർഷൻ കൂടി വരും തോറും ഈ ഒരു ക്ലിപ്പിൻ്റെ പോർഷൻ എന്ത് ചെയ്യുന്നു പകുതി കട്ടായി പോകും. നേരെ റൈറ്റിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഒരു ക്ലിപ്പിൻ്റെ ലാസ്റ്റ് പോർഷൻ കട്ടായിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ
കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് സ്ലിപ്പ് ടൂൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. വീണ്ടും സ്ലൈഡ് എന്നൊരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ ക്ലിപ്പിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യാണ്. കണ്ടോ, പറഞ്ഞ സെയിം ഓപ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടോ കയറി വന്നോണ്ട് നമുക്ക് ഇവിടുന്ന് കണ്ടോ, നമുക്ക് ഇവിടുന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് കാണാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് സ്ലൈഡ് ടൂൾ എന്നൊരു ഓപ്ഷൻ നമ്മൾ പ്രീമിയം എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. സ്ലിപ്പ് ടൂള് നമ്മളിപ്പോൾ കണ്ടോ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ നമുക്ക് സ്ക്രീനിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കി ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്ത് പോവാം, ഫസ്റ്റ് ക്ലിപ്പിൽ നിന്നും 6 കണ്ടോ 9 സെക്കൻഡ് എന്ത് ചെയ്ത് വരാം, മാറി വരാണ്. 10 സെക്കൻഡ് എന്ത് ചെയ്ത് ഇവിടെ നിന്ന് കട്ടായി പോവാം. കട്ടായി പോയിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക, ടൈം ലൈനിൽ മാറ്റമില്ലാതെ തന്നെ, അതായത് ഇപ്പോൾ ക്ലിപ്പുകളിൽ മാറ്റമില്ലാതെ തന്നെ 10 സെക്കൻഡ് ഇവിടെ നിന്ന് കട്ടായി പോയിട്ട് ഈ ഒരു ക്ലിപ്പിൽ നിന്ന് എന്തായാലും 10 സെക്കൻഡ് കൂടി കയറിപ്പോവും. കണ്ടോ, നേരം കൂടെ വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി പറയുന്ന ഓപ്ഷനാണ് പെൻ ടൂളാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകൾ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വരച്ചു കൊടുക്കണമെങ്കിൽ വരച്ചു കൊടുക്കാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പെൻ ടൂൾ എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. പിന്നെ പറയുന്ന ഒരു ഓപ്ഷനാണ് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ പോലെ വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നേരെ റെക്റ്റാങ്കിൾ പോലെ വരയ്ക്കാം. നമ്മളിപ്പോൾ ഒരാളുടെ പിക്കുകളൊക്കെ നമ്മളിപ്പോൾ ചില ആളുകളിലേക്ക് നമ്മൾ കേസിലോ അങ്ങനെയൊക്കെ, അതായത് ഇപ്പോൾ അവരുടെ ഫേസ് കാണണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഫേസ് കാണാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റൊക്കെ പോലെ നമുക്ക് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പറയുന്ന ഓപ്ഷനാണെങ്കിൽ എലിപ്സ്. നമ്മൾ നേരത്തെ റെക്റ്റാങ്കിൾ പറയുന്നത് തന്നെ ഇനി എലിപ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പറയുന്നത് ഹാൻഡ് ടൂളാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലസ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് ടൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് ടൂൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.